മിനിസ്റ്റർ, ഇതിപ്പോൾ സാഹചര്യം മാറുകയാണ്. പുതിയ കാലത്തെ ഇത്തരം ലഹരിയുടെ ഉറവിടം അത് കേരളത്തിലേക്ക് വരുന്ന വഴി ഇതൊക്കെ പരമ്പരാഗതമായി എക്സൈസ് കണ്ട് ശീലിച്ചതിനപ്പുറത്തേക്കുള്ള മാറ്റമാണ് ഉണ്ടാകുന്നത്. അപ്പോൾ പരമ്പരാഗതമായി ഈ വിഷയത്തെ കൈകാര്യം ചെയ്തതുപോലെ ആയിരിക്കില്ലല്ലോ ഇനി ഈ വിഷയത്തെ താങ്കളുടെ വകുപ്പിന് കൈകാര്യം ചെയ്യേണ്ടി വരിക. അങ്ങനെയാണെങ്കിൽ അതിന് പുതുമയുള്ള വഴികൾ തേടേണ്ടി വരും, മറ്റു സമ്പ്രദായങ്ങൾ തേടേണ്ടി വരും. ആ വഴിക്ക് ഗൗരവമുള്ള ആലോചന ഉറപ്പായും താങ്കളുടെ വകുപ്പിൽ മന്ത്രി എന്ന നിലയിൽ താങ്കൾ തുടങ്ങിയിട്ടുണ്ടാകുമല്ലോ. ആ നിലയ്ക്കാണോ ഇനിയിപ്പോൾ നമ്മൾ പ്രതീക്ഷിക്കേണ്ടത് ഈ വിപത്തിനെ നേരിടാനുള്ള എക്സൈസ് വകുപ്പിന്റെ നടപടികൾ? നോക്കൂ വിജയകുമാർ, ഇനി തുടങ്ങാനിരിക്കുകയല്ല. കഴിഞ്ഞ കുറേ കാലമായിട്ട് തന്നെ എക്സൈസ് പരമ്പരാഗതമായ രീതിയിൽ മാത്രമല്ല ഇതിനെ നേരിടുന്നത്. എന്താ പരമ്പരാഗതമായ രീതിയിലുണ്ടായിരുന്ന എക്സൈസിൻ്റെ ചുമതല നമുക്കെല്ലാവർക്കും അറിയാമല്ലോ. നമ്മളെല്ലാം കണ്ട് ശീലിച്ചത്, നമ്മുടെ കുട്ടിക്കാലം മുതൽ കണ്ടിട്ടുള്ളത് എന്താ? പ്രധാനമായിട്ട് രണ്ട് വെല്ലുവിളിയാണ് ഉണ്ടായിരുന്നത്. ഒന്ന് ഈ വ്യാജവാറ്റ് തടയുക എന്നതാണ്, അബ്കാരി കേസുകൾ കൈകാര്യം ചെയ്യുക. പിന്നെ മയക്കുമരുന്നെന്ന് പറയുമ്പോൾ കഞ്ചാവ് തോട്ടം നശിപ്പിക്കുക, ഇതല്ലേ. അതിൽ നിന്ന് എക്സൈസ് മാറിയില്ലേ? കഴിഞ്ഞ കുറച്ച് കാലത്തിനിടയിൽ തന്നെ ആ മാറ്റം ഇത് നമുക്ക് കാണാൻ പറ്റും. ഇന്ന് എക്സൈസ് നേരിടുന്നത് രാസലഹരികൾ കടന്നു വരുന്നതാണ്. കണ്ടെത്തുക വളരെ ദുഷ്കരമാണ്. കാരണം പ്രത്യേകിച്ച് ഗുണമോ നിറമോ മണമോ ഒന്നും ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റാത്ത വളരെ വളരെ തുച്ഛമായ അളവിലാണ് വരുന്നത്. അത്രയും മതി. ഇത് 1 ഗ്രാം എന്നൊക്കെ പറഞ്ഞാൽ വലിയ അളവാണ് എന്നാണ് നമ്മൾ കാണേണ്ടത്. അപ്പോൾ ആ നിലയിൽ വരുന്നത് കണ്ടെത്തുക വളരെ അതീവ ദുഷ്കരമാണ്. അത് നമ്മൾ അതിന് ആധുനികമായ സംവിധാനങ്ങൾ, സാങ്കേതികവിദ്യ ഇതെല്ലാം ഉപയോഗിക്കണം. അത് നമ്മളിപ്പോൾ കഴിഞ്ഞ കുറച്ച് കാലമായിട്ട് ഈ എൻഫോഴ്സ്മെൻറ്റിന് അത് സ്വീകരിച്ചു വരുന്നു. ഒപ്പം വിദ്യാർത്ഥികളെയാണല്ലോ പ്രധാനമായിട്ട് ഇത് ലക്ഷ്യം വയ്ക്കുന്നത്. അവരിൽ നിരവധിയായിട്ടുള്ള ഇടപെടൽ എക്സൈസ് നടത്തുന്നുണ്ട്. ഇപ്പോൾ വിമുക്തി പോലെ ഒരു ഡി അഡിക്ഷൻ സംവിധാനം കേരളത്തിലെ എല്ലാ ജില്ലകളിലുണ്ട്. ഇന്ത്യയിൽ മറ്റൊരിടത്ത് എക്സൈസിന് ഇത്ര വിപുലമായിട്ടൊരു സംവിധാനം ഉണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നില്ല. എല്ലാ ജില്ലകളിലുണ്ട്. 3 സോണുകളിലായി കൗൺസിലിംഗ് സെൻ്ററുകളുണ്ട്. 1,00,000-ലധികം പേർക്കാണ് എക്സൈസിൻ്റെ കൗൺസിലിംഗ് സെൻ്ററുകളിൽ നിന്നും വിമുക്തി ഡി അഡിക്ഷൻ സെൻ്ററുകളിലും ആയിട്ട് പരിചരണവും ചികിത്സയും ഒക്കെ കൊടുത്തിട്ടുള്ളത്. ഇതുണ്ടായതിന് ശേഷം OP ആയിട്ട് IP ആയിട്ട് അനേകം പേർക്ക് അങ്ങനെയും കൊടുത്തിട്ടുണ്ട്. അപ്പം എത്ര വിപുലമായൊരു പ്രവർത്തനമാണ് എക്സൈസ് നടത്തുന്നതെന്നാണ് ഞാൻ ചൂണ്ടിക്കാണിക്കുന്നത്. ശ്രദ്ധ, നേർക്കൂട്ടം 2 പരിപാടികൾ ഹോസ്റ്റലുകളും കോളേജുകളും കേന്ദ്രീകരിച്ചുണ്ട്. സ്കൂളുകളിൽ പ്രത്യേകമായിട്ടുള്ള പരിപാടിയുണ്ട്. പോലീസിൻ്റെ യോദ്ധാവ് പ്രത്യേകമായിട്ടൊന്നുണ്ട്. സ്പോർട്സിലേക്ക് ചെറുപ്പക്കാരെ ആകർഷിക്കാൻ എക്സൈസ് സമീപകാലത്ത് ആവിഷ്കരിച്ച പദ്ധതിയാണ് ഉണർവ്. കാരണം ഈ സ്പോർട്സ് ഇതൊരു പ്രത്യൗഷധമാണ് ഈ ലഹരി ആസക്തിക്ക് എന്ന് ധാരാളം പഠനങ്ങളൊക്കെ കണ്ടെത്തിയിട്ടുണ്ട്. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് അത് ചെയ്തിട്ടുള്ളത്. എക്സൈസ് ഇപ്പോൾ ഒരു പഠനം നടത്തിയിട്ടുണ്ട്. ഈ വിമുക്തി ഡി അഡിക്ഷൻ കേന്ദ്രങ്ങളിൽ ചികിത്സ തേടിയവർക്കിടയിൽ നടത്തിയൊരു പഠനമുണ്ട്. ഞങ്ങൾ അടുത്ത ആഴ്ച ആ പഠന റിപ്പോർട്ട് പുറത്തുവിടും.